ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ത്രിപിൾ ഐ മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്റ്റ് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. ഇന്ന് ഞാൻ നോക്കുന്നത്, നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണോ? എന്താണ് അതിൻ്റെ കാരണം എന്ന് നോക്കിയാലോ. സ്ട്രെങ്ത് ആണ് ബോട്ടം. ജഡ്ജ്മെന്റ് ഫസ്റ്റ് തന്നെ. ജഡ്ജ്മെന്റ് വെച്ചാൽ ഒരു യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവാൻ പോകുന്നു എന്നാണ് കാണുന്നത്. ഫസ്റ്റ് തന്നെ ജഡ്ജ്മെന്റ് വന്നതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളുടെ ബന്ധത്തിൽ യൂണിവേഴ്സിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് ആണ് കാണുന്നത്. ഒരു പുതിയൊരു ജന്മം, പുതിയൊരു യൂണിവേഴ്സിൻ്റെ ഒരു ആഹ്വാനം, ഒരു മുന്നോട്ടേക്കുള്ള മുന്നോട്ട് പോകാൻ ആണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ചെയ്തതിൻ്റെ ഒരു കർമ്മത്തിൻ്റെ ഫലം യൂണിവേഴ്സ് തരാൻ പോകുന്നു. ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടൊരു ഡിസിഷനുമായിട്ട് പുതിയൊരു ഡിസിഷനുമായി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത്. യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനമാണ് നടപ്പാക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ അനുഭവിച്ച വേദന അവർക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ട് എന്നാണ്, തിരിച്ചടിയായി മാറുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂന്റെ അതിന്റെ ഒരു ട്രൂത്ത് മനസ്സിലാവാൻ പോകുന്നത്. അതാണ് ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റ് ആണ് എന്നാണ് കാണുന്നത്. അപ്പം അതിൻ്റെ എന്താണെന്നുള്ള അതിൻ്റെ ഒരു ട്രൂത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. നിങ്ങൾ ഇത്രയും കാലം പരിശ്രമിച്ചതിൻ്റെ ഫലം ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ട് കാണുന്നുണ്ട് ഇവിടെ. നിങ്ങൾ ഒരുപാട് വേദന സഹിച്ചതായിട്ട് കാണുന്നു. ജഡ്ജ്മെന്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തതിൻ്റെ എന്താണോ നിങ്ങൾ ചെയ്തിരിക്കുന്ന നല്ല കർമ്മമാണെങ്കിൽ നല്ലത്. അങ്ങനെ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നൊരു വിധി നടപ്പാക്കുകയാണ്. അടുത്തത് ഏസ് ഓഫ് കപ്പാണ്. ഏസ് ഓഫ് കപ്പ് എന്ന് വെച്ചാൽ ഒരു മനസ്സ് നിറഞ്ഞ സ്നേഹം,
ഇമോഷണലി കണക്റ്റഡ് ആണ് നിങ്ങൾ. ഇമോഷൻ തമ്മിൽ നിങ്ങൾ അത്രയും കണക്റ്റഡ് ആണ്. സ്നേഹം ഓവർഫ്ലോയിങ് ആയിട്ടുള്ള സ്നേഹമാണ് രണ്ടുപേർക്കും. നിങ്ങൾ കൊടുത്ത സ്നേഹം തിരിച്ചു തരണം എന്നെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. കപ്പ് നിറഞ്ഞ് ഒഴുകുന്ന സ്നേഹമാണ്. മിസ് ചെയ്യുന്നു. നോൺ സ്റ്റോപ്പ് ആയിട്ടുള്ള ഒരു സ്നേഹം ആ വ്യക്തിക്ക് തോന്നുന്നു. നിങ്ങളുമായിട്ടുള്ള ആ പണ്ടത്തെ പാസ്റ്റ് തിരിച്ചു പിടിക്കണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. റീക്രിയേറ്റ് ചെയ്യണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഏസ് ഓഫ് കപ്പ്, ഏസ് ഓഫ് പെൻഡിക്കൽ, അടുത്തത് ഏസ് ഓഫ് പെൻഡിക്കലാണ്. ഏസ് ഓഫ് കപ്പും ഏസ് ഓഫ് പെൻഡിക്കൽ എല്ലാം ഉണ്ടല്ലോ. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെന്ന് കാണുന്നത്. ഒരു ന്യൂ ബിഗിനിങ് വേണം. കമ്മിറ്റ്മെന്റ് തരണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. മനസ്സിലായ? മാനസികമായിട്ട് തന്നെ അത്രയും ബോണ്ടിങ് ഉള്ളവരാണ്. യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് നന്നായിട്ടുണ്ട്. ക്യൂണോ വാൺസ് വെച്ചാൽ ഇവരിപ്പം വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ അട്രാക്റ്റ് ആണ്. പൂർണ്ണമായിട്ടും അവർ പഴയ സ്വഭാവം മാറിയിട്ട് വരുവാണ്. ഉയർന്ന ഊർജ്ജത്തോടു കൂടി ഒരു വിൽ പവറോട് കൂടി വരുന്ന ഒരു വ്യക്തിനെയാണ് അവിടെ കാണുന്നത്. ഉള്ളിലുള്ള മാജിക്ക് കൂർമ്മ ബുദ്ധി. ക്യൂണോവാൺസ് എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി കാർഡ് കൂടിയാണ്. അട്രാക്റ്റ് ആയ ഭയങ്കര ഒരു സെൽഫിഷായ ഒരു തേർഡ് പാർട്ടിയാണ്. കൂർമ്മ ബുദ്ധിയാണ്. എന്താണ് നടത്തിയെടുക്കുന്നതെന്ന് നമുക്കൊന്നും മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആയൊരു തേർഡ് പാർട്ടീനെയാണ് അവിടെ കാണുന്നത്. ബ്ലാക്ക് മാജിക് എല്ലാം ചെയ്യുന്ന അങ്ങനത്തെ ഒരു തേർഡ് പാർട്ടിയാണേ. അടുത്തൊരു ഹെർമിറ്റ് കിട്ടിയിട്ടുണ്ട്. ആ വ്യക്തി സംഭവിച്ചു പോയതിനെല്ലാം ഓർത്ത് ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഹെർമിറ്റ് ഉള്ളിലേക്ക് തന്നെ ആഴ്ന്നിറങ്ങി സത്യത്തെ കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത്. സോഡ് പുതിയൊരു തുടക്കം, ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാനാണ് ആ വ്യക്തി മുന്നോട്ട് വരുന്നത്. ശക്തി, പാസ്റ്റ് ലൈഫ് ക്ലാരിറ്റി, ആഴമുള്ളൊരു ബന്ധമാണിത്. നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് ആ വ്യക്തി തീരുമാനം എടുത്തിരിക്കുന്നത്. മറ്റുള്ളവരോട് നല്ല ഒരു ബൗണ്ടറി വെച്ച് നിൽക്കുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത്. എല്ലാം മറികടക്കാൻ കഴിയുമെന്നൊരു പൂർണ്ണ വിശ്വാസം ആ വ്യക്തിക്കുണ്ട്. നിങ്ങളുടെ മുന്നിൽ ആ വ്യക്തി വാശിയോടുകൂടെയാണ് പെരുമാറുന്നത്. നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയെ വേദനിപ്പിച്ചിട്ടില്ല. ആ വ്യക്തി നല്ല പോലെ നിങ്ങളെ വേദനിപ്പിച്ചു. ആ വ്യക്തിയുടെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ എനിക്ക് വേദനിപ്പിക്കാം, സ്നേഹിക്കാം, എന്തും ചെയ്യാം, എൻ്റെ പ്രോപ്പർട്ടിയാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ആ വ്യക്തി നിങ്ങളോട് പെരുമാറുന്നത്. എന്താ വെച്ചാൽ എനിക്ക് എന്തും ചെയ്യാം, എന്തായാലും സ്നേഹിക്കുകയും ചെയ്യാം, വേദനിപ്പിക്കുകയും ചെയ്യാം എന്നൊരു മെൻറ്റാലിറ്റി. ഞാനില്ലാതായ നിന്റെ അവസ്ഥ എന്തായിരിക്കും, എന്നൊന്ന് കാണണം എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു അഹങ്കാരം എന്ന് വെച്ച് അങ്ങനത്തെ ഒരു പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ നോ കോണ്ടാക്റ്റിലാവാനുള്ള മെയിൻ കാരണം. ഒരു ഇമ്മച്യൂരിറ്റി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏജ് ഉണ്ടായാലും ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരു പ്രവൃത്തിയാണ് ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കുറേ നിങ്ങളത് കളിച്ചിരി പോലെയെല്ലാം കൊണ്ടുപോയെങ്കിലും പിന്നെ നിങ്ങൾക്ക് അതൊരു മനസ്സിന് നല്ല വേദനയായി. ഞാനില്ലാതെ ആയാൽ നിന്റെ അവസ്ഥ എന്താണ് ഒന്ന് കാണാലോ.
അത്രയും രണ്ടുപേർക്ക് സ്നേഹമാണ്. എന്നിട്ട് ഇങ്ങനത്തെ എല്ലാം കളിയാണ് ആ വ്യക്തി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങളില്ലാതെ ആ വ്യക്തി ഇല്ലാതായ നിങ്ങളുടെ അവസ്ഥ കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി ഇതൊക്കെ ചെയ്തു പോയത്. പക്ഷേ എന്താ പറയാ, ചുരുക്കി പറഞ്ഞ ഒരു ക്രൂര വിനോദം പോലെ. ഉള്ളിൻ്റെ ഉള്ളിലോ നിങ്ങളെക്കാളും കൂടുതൽ സ്നേഹം ഈ വ്യക്തിക്കാണ്. അത്രയും സ്നേഹമുള്ള ഒരാളാണ്. പക്ഷേ എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യണം എന്ന് വ്യക്തതയില്ലാതൊരു വ്യക്തി എന്തൊക്കെയോ നിങ്ങളോട് കാട്ടിക്കൂട്ടി എന്ന് പറയുന്നതാണ് ശരി. അപ്പം നിങ്ങളുടെ മനസ്സിങ്ങനെ വേദനിക്കുന്നുണ്ട് എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലായിരുന്നില്ല. നിങ്ങൾക്കിതിങ്ങനെ ഒരു എപ്പോഴും ഒരു സ്നേഹം കിട്ടാൻ വേണ്ടിയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുക. ഇത് എപ്പോഴും ഇങ്ങനെ ഒരുമാതിരി ഒരു ക്രൂര വിനോദം പോലെ ഉള്ളിൽ സ്നേഹമാണ് താനും. അങ്ങനെയാണ് ഈ ഒരു നോ കോണ്ടാക്ട് സംഭവിച്ചിരിക്കുന്നത്. എപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സ് വേദനിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലായിട്ടില്ല. അങ്ങനെയാണ് നിങ്ങളിപ്പം ഒരു തമാശ കളിച്ച് അത് കാര്യത്തിലേക്ക് പോയി. അങ്ങനെ രണ്ടുപേരും ഇപ്പം വേദനിക്കുന്നൊരവസ്ഥ ഇവിടെ കാണുന്നത്. അടുത്തത് 4 ഓഫ് പെൻറ്റിക്കിളാണ്. സെൽഫിഷ്, വളരെ പൊസസീവാണ്. ഇല്ലാതായപ്പം നിങ്ങൾ ഈ വ്യക്തി ഇല്ലാതായിട്ട് നിങ്ങളുടെ വേദന കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്. തമാശ രൂപത്തിൽ ഒരു ക്രൂര വിനോദം പോലെയെല്ലാം കാട്ടിക്കൂട്ടിയത്. പക്ഷെ ഇപ്പം വേദനിക്കുന്നത് ആരാ? ശരിയായിട്ട് വേദനിക്കുന്നത് ഇപ്പം ആ വ്യക്തിയാണ്. ഇല്ലാതെ പറ്റുന്നില്ല. സെൽഫിഷാണ്, വളരെ പൊസസീവാണ്. സ്നേഹം ഹൈഡ് ചെയ്ത് വെക്കുക, വിഷമവും ഹൈഡ് ചെയ്യും ആ വ്യക്തി. ഒരുപാട് വിഷമം ഉള്ളിലുണ്ടെങ്കിൽ അതൊന്നും ആരോട് കാണിക്കൂല. ഉള്ളിൽ അതിങ്ങനെ ഒതുങ്ങി നടക്കുന്ന ഒരു വ്യക്തിനെ കാണുന്നു. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെയും ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന വ്യക്തിയാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് ആ വ്യക്തിക്ക്. പൈസ ഒരുപാട് ഉണ്ടാക്കാൻ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനത്തെ എടുത്തു ചാടിയുള്ള ഓരോ കളി കാരണം ആ വ്യക്തി പല സംഭവവും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. എടുത്തു ചാടി എന്തെങ്കിലും കാട്ടിക്കൂട്ടും, അത് ഒരു വലിയ പ്രശ്നത്തിലായിട്ട് മാറുന്നൊരവസ്ഥ. ആ വ്യക്തിക്കാണ് ഇപ്പൊ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. രണ്ടുപേർക്കുണ്ട്. അടുത്ത 3 ഓഫ് കപ്പാണ്. ഒരു നിങ്ങളുമായിട്ടൊരു ആഘോഷം വേണം, ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ ഒരു അടിച്ചുപൊളിയെല്ലാം വേണമെന്നെല്ലാം ആ വ്യക്തി ഇപ്പം ആഗ്രഹിക്കുന്നത്. ഒരുപാട് മനസ്സിൽ ഇപ്പം ചെയ്തു ഇങ്ങനെയെല്ലാം കളിച്ചു പോയതിലെ ഒരു വല്ലാത്ത വേദന. നിങ്ങൾ വളരെ സന്തോഷത്തിൽ നടക്കുന്ന കാണുമ്പോൾ ആ വ്യക്തിക്ക് ജലസിയാണ്. നിങ്ങൾ ഈ വ്യക്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് സന്തോഷം അഭിനയിച്ച് നടക്കുന്നുണ്ട്. സന്തോഷം ഇല്ലെങ്കിലും ആ വ്യക്തി കാണാൻ വേണ്ടിയിട്ട് സന്തോഷം നടിച്ച് നടക്കുന്നുണ്ട് നിങ്ങൾ. അതാണ്. അപ്പോൾ ആ വ്യക്തി ഞാനില്ലാണ്ട് എനിക്ക് നിന്റെ ലൈഫിൽ എനിക്ക് ഇത്രയും പ്രയോറിറ്റി, ഞാനില്ലെങ്കിൽ നിനക്ക് ഒരു കുഴപ്പമില്ല അല്ലേന്നാണ് ആ വ്യക്തി പറയുന്നത്. അടുത്തത് 10 ഓഫ് കപ്പാണ്. കുടുംബ സന്തോഷം, സെലിബ്രേറ്റ്, ഐക്യ സന്തോഷം, എല്ലാം ഹാപ്പി ഫാമിലി എല്ലാം വേണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു 10 ഓഫ് കപ്പായിട്ടൊരു ലൈഫ് ലോങ് നിങ്ങളെയും കൂടി ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് മക്കളും എല്ലാം ആയിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയാണ് ആ വ്യക്തി സ്വപ്നം കാണുന്നത്. അടുത്തത് 9 ഓഫ് പെൻറ്റിക്കിളാണ്. 9 ഓഫ് പെൻറ്റിക്കിൾ എന്ന് വെച്ചാൽ ഇൻഡിപെൻഡായി ഒരു എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന എല്ലാ അബണ്ടൻസും എല്ലാം ഉള്ളൊരു സോൾമേറ്റ് കണക്ഷനാണിത്. വിശ്വസ്തയോടുകൂടെ ഒരിക്കലും വേദനിപ്പിക്കാതെ നിങ്ങളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാം ചെയ്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരണം എന്നെല്ലാം ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരു
എല്ലാവരും ഒരു അംഗീകരിക്കുന്ന ഒരു പദവിയിൽ എത്തിച്ചേരാൻ ആ വ്യക്തി നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അടുത്തത് 10 ഓഫ് പെന്റിക്കിളാണ്. സ്റ്റെബിലിറ്റി, എല്ലാം ഒരു നല്ലൊരു സ്റ്റെബിലിറ്റി ആയി വരുന്നുണ്ട് ആ വ്യക്തി. സ്റ്റെബിലിറ്റി നേടാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ഒരു രാജകീയമായ ഒരു പ്രൗഢിയോടുകൂടെ വരാൻ വേണ്ടിയാണ് 10 ഓഫ് പെന്റിക്കൽ. എല്ലാം തികഞ്ഞ വേണ്ടി എന്ത് പ്രയത്നവും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അടുത്തത് ഹാപ്രീഷ്യസ്. വെച്ചാൽ ഒരു ഉള്ളിൽ നിന്ന് തന്നെ ഇൻഡ്യൂഷനിലൂടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നുണ്ട് യൂണിവേഴ്സ്. ആ വ്യക്തി ഉള്ളിലെ പല കാര്യങ്ങളും മറച്ചു വെച്ചതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻഡ്യൂഷനിലൂടെ ആ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എന്നോട് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ള ഒരു ഇൻഡ്യൂഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വ്യക്തി എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയുന്നില്ല എന്നൊരു തോന്നൽ. ഇവിടെ തേർഡ് പാർട്ടി ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ കാര്യമൊന്നും എന്നോട് പറയുന്നില്ല എന്നെല്ലാം നിങ്ങൾക്ക് ഇൻഡ്യൂഷനിലൂടെ മനസ്സിലാവുന്നുണ്ട്. അടുത്തത് 10 ഓഫ് സോഡാണ്. മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ട് വേദനിക്കുന്ന ഒരു വ്യക്തി. ഇത്രയും ടെൻസോട് കുത്തിയിറക്കിയ ഇതിൽ ഇങ്ങനെ അത്രയും വേദനിക്കുന്ന ഒരു വ്യക്തിനെ ഇവിടെ കാണുന്നത്. പെയിൻഫുള്ളായ എൻഡിങ് ആയിരുന്നു. പശിലെ വേദനകൾ മറക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തി ഫാമിലി ഇഷ്യൂ ഉണ്ട്, മാനസിക സമ്മർദ്ദം ഒരുപാട് അനുഭവിക്കുന്നു, തേർഡ് പാർട്ടീൻ്റെ കൺട്രോളിൽ നിന്ന് ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. അടുത്തത് ലവേഴ്സാണ്. ലവേഴ്സ് എന്ന് വെച്ചാൽ ഇതൊക്കെ അനുഭവിച്ചാലും നിങ്ങൾ നോ കോണ്ടാക്റ്റിലാണെങ്കിലും നിങ്ങൾ ഒന്നു ചേരേണ്ടവരാണ്. യൂണിവേഴ്സിൻ്റെ കപ്പിൾസാണ്. യൂണിവേഴ്സിന് നിങ്ങൾ ഒന്നായി ജീവിക്കുന്നത് കാണണം. യൂണിവേഴ്സ് കൂട്ടിച്ചേർത്തതാണ് നിങ്ങളെ. അപ്പം ഞാൻ അങ്ങനെയെല്ലാം ചെയ്തു പോയതാണ്, എൻ്റെ ഹാർട്ട് ബീറ്റ് നീയാണ് എന്നൊക്കെയാണ് ആ വ്യക്തി പറയുന്നത്. ലവേഴ്സ് അല്ലേ? അപ്പം നിങ്ങൾ തമ്മിൽ അത്രയും അട്രാക്റ്റഡ് ആണ്. നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് ആർക്കും തകർക്കാനൊന്നും കഴിയുന്നില്ല. അടുത്ത് കാണുമ്പോൾ ഇങ്ങനെ ഈഗോയും പിടിച്ച് വേദനിപ്പിച്ച് രസിക്കുക. അടുത്തത് 7 ഓഫ് പെന്റിക്കലാണ്. ഞാൻ ഒരുപാട് എഫേർട്ട് ഇട്ടു, തിരിച്ചു കിട്ടുന്നില്ല എന്നാണ് ആ വ്യക്തി പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടു, എനിക്കൊന്നും തിരിച്ചു കിട്ടുന്നില്ല. റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിനെ ഇവിടെ കാണുന്നത്. റൂട്ടായിട്ടുള്ള ഒരു ബന്ധം വേണം ഈ റിലേഷൻഷിപ്പിനെ. ഒരു റൂട്ടോടും കൂടെയുള്ള ഒരു ബന്ധമാക്കി ശക്തമാക്കി എടുക്കണമെന്ന്. അടുത്ത് ബോട്ടം കിട്ടിയിരിക്കുന്ന സ്ട്രെങ്ത് ആണ്. എൻ്റെ സ്ട്രെങ്ത് ആണ്, എൻ്റെ അന്തരീക്ഷ ശക്തിയും ആത്മവിശ്വാസവും എല്ലാം നീയാണ് എനിക്കൊരു സ്ട്രെങ്ത്. നീ ഉണ്ടാവുമ്പോൾ മാത്രമാണ് എനിക്ക് ഒരു സ്ട്രെങ്ത് വരുന്നത് എന്നാണ് ആ വ്യക്തി പറയുന്നത്. ഉമാമഹേശ്വരം ആരെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഉമാമഹേശ്വരന്മാർ പറയുന്നത്, ശിവനും ശ്രീപാർവതി മാതയും പറയുന്നത്, നിങ്ങൾ എന്നും യോജിച്ച് പോയിട്ട് ബാലൻസായിട്ട് എല്ലാ കാര്യവും രണ്ടുപേരും ഈക്വലായിട്ട് ചെയ്തു പോകേണ്ടവരാണ്. നിങ്ങളിങ്ങനെ എപ്പോഴും അടിച്ചു പിരിയേണ്ടവരല്ല. എന്നും കൂടെ സന്തോഷമായി ജീവിച്ച് നിങ്ങൾക്ക് തന്നിരിക്കുന്ന
ദേവി തന്നിരിക്കുന്ന ഒരു ഉള്ളിലുള്ള ഒരു ക്രിയേറ്റീവായ പവർ ഉപയോഗിച്ച് നിങ്ങൾ ഹാപ്പിയായി ജീവിക്കുക. എന്നിട്ട് നിങ്ങൾ പൊതുജനത്തിനും ഒരു ഹെൽപ്പായി മാറണം എന്നാണ് ഉമാമഹേശ്വർ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഇന്നും അടിച്ചു പിരിഞ്ഞ് ഇങ്ങനെ ടൈം കളയേണ്ടവരല്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ക്രിയേറ്റീവായ ഒരു പവർ ഉപയോഗിച്ച് നിങ്ങൾ മറ്റുള്ളവർക്കും ഒരു ഹെൽപ്പ് ആവണം. ഇനിയുള്ള ജന്മങ്ങളിലും ഒന്നു ചേർന്ന് ജീവിക്കേണ്ടവരാണ് നിങ്ങൾ. ഐ ലവ് യു എന്നാ പറയുന്നത്. ഇറ്റ് വാസ് മൈ ഫാൾട്ട് ബട്ട് ഐ ബ്ലാംഡ് യു. അത് എൻ്റെ തെറ്റായിരുന്നു, പക്ഷേ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി. ദി ടൈമിംഗ് ജസ്റ്റ് വാണ്ട്സ് റൈറ്റ് ഫോർ എസ്. നമ്മുടെ സമയം ശരിയായിരുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന്. ആക്ടർ ചെന്നൈ, ടിൻ ഫ്ലൈം പൂരാടം, ബി കണ്ണൂർ, ആയില്യം ജനുവരി, സി വയനാട്, കോഴിക്കോട് ഡി, ആർ അനിഴം, സോൾമേറ്റ് ഉത്രാടം, കോട്ടയം ഡിസംബർ, രേവതി അക്കൗണ്ടന്റ്, തിരുവാതിര നവംബർ, എസ് ആലപ്പുഴ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. ഇത് ആർക്കെല്ലാം റെസിനേറ്റ് ആവുന്നത് എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.